ഹായ് ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ 5th സെമസ്റ്റർ. സോ അതിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. മൊഡ്യൂൾ 1 വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം ഡിസംബർ 2021 നടന്ന എക്സാമിന്റെ ബേസിസിൽ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, DSB-SC and SSB-SC modulation schemes with respect to bandwidth and system complexity. അപ്പം നമ്മൾ ഇവിടെ ഈ മൂന്ന് സ്കീംസിന്റെയും ബാൻഡ്വിഡ്ത്തും സിസ്റ്റം കോംപ്ലക്സിറ്റിയാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ it is a type of modulation scheme in which the amplitude of the carrier signal is varied in accordance to the instantaneous amplitude of the message signal. അപ്പൊ നമുക്കറിയാം മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആണ്. സോ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിന് ഹൈ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കാരിയർ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. കാരിയർ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഇസ് ഗ്രേറ്റർ ദാൻ ദ മെസ്സേജ് സിഗ്നൽ ഫ്രീക്വൻസി. സോ മെസ്സേജ് സിഗ്നലിന് കാരിയർ സിഗ്നലുമായിട്ട് മോഡുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മോഡുലേറ്റഡ് സിഗ്നൽ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ മെസ്സേജ് സിഗ്നലിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് AM × cos 2π/FMT. ഇവിടെ കോസിന് പകരം സൈൻ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കോസ് സിഗ്നൽ എടുത്തിട്ടുള്ളത്. സോ ദാറ്റ്സ് വൈ ഐ ഹാവ് ഗിവൺ കോസ്. സോ AM × cos 2π/FMT. AM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ, FM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. അടുത്തത് കാരിയർ സിഗ്നൽ. കാരിയർ സിഗ്നലിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം AC × cos 2π/FCT. AC എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നലും FC എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ സിഗ്നലും. പിന്നെ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ AM/AC, അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ സിഗ്നൽ. ഇനി നമ്മൾ മെസ്സേജ് സിഗ്നലിനെ കാരിയർ സിഗ്നലിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് മോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുന്നത്. അതിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് C(t) × 1 + m cos 2π/FMT. സോ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ. ബേസ് ബാൻഡ് സിഗ്നൽ എന്നും പറയും മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് AM. ഇത് കാരിയർ സിഗ്നൽ വിത്ത് ആംപ്ലിറ്റ്യൂഡ് AC. നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഇതിനെ AM മോഡുലേറ്റഡ് വേവ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ AM മോഡുലേറ്റഡ് വേവിന്റെ പീക്ക് വാല്യൂ എന്ന് പറയുന്നത് Amax എന്ന് പറയുന്നത് AC + AM ആണ്. മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AC - AM ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ വന്നിട്ട് ബാൻഡ്വിഡ്ത്തും കണ്ടുപിടിക്കണം. ഐ മീൻ ബാൻഡ്വിഡ്ത്തും സിസ്റ്റം കോംപ്ലക്സിറ്റിയാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ബാൻഡ്വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഈക്വേഷൻ എന്ന് പറയുന്നത് Fmax - Fmin ആണ്. സോ നമുക്ക് നേരത്തെ ഇക്വേഷനിൽ S(t) = C(t) × 1 + m cos 2π/FMT. C(t) എന്ന് പറയുന്നത് AC × cos 2π/FCT ആണ്. സോ ഇതിനെ ഒന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ AC cos 2π/FCT + AC × m cos 2π/FMT × cos 2π/FCT. സോ cos A cos B യുടെ ഫോർമുല യൂസ് ചെയ്യാം. വാട്ട് ഇസ് cos A cos B? Cos A cos B = 1/2 × cos A + B + cos A - B. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് AC cos 2π/FCT ഈ ടേം പ്ലസ് ഇവിടെ 1/2. അപ്പം AC × m/2 cos A + B, that is FC + FMT plus 1/2 AC × m/2 cos 2π/FC - FMT. സോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 കോമ്പണൻസ് ഉണ്ട്. അതായത് AM വേവിന് 3 ഫ്രീക്വൻസി കോമ്പണൻസ് കാണും. ഒന്ന് FC, ഒന്ന് FC + FM, ഒന്ന് FC - FM. FC എന്ന് പറയുന്നത് കാരിയർ ഫ്രീക്വൻസി, FC + FM എന്ന് പറയുന്നത് അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, FC - FM എന്ന് പറയുന്നത് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. സോ റൈറ്റ് സൈഡിൽ FC + FM, ലെഫ്റ്റ് സൈഡിൽ FC - FM, മിഡിലിൽ കാരിയർ ഫ്രീക്വൻസി. സോ
ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താ? എഫ് മാക്സ് മൈനസ് എഫ് മിൻ. ഇവിടെ മാക്സിമം ഏതാണ്? എഫ് സി പ്ലസ് എഫ് എം മൈനസ് എഫ് സി മൈനസ് എഫ്. അപ്പോൾ ബാൻഡ്വിഡ്ത്ത് ഓഫ് ആൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറയുന്നത് 2 ടൈംസ് എഫ് എം. ഓക്കെ, അടുത്തത് ഇപ്പോൾ നമ്മൾ കണ്ട ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ we have a carrier frequency, then we have an upper sideband frequency which is fc plus fm, then we have a lower sideband frequency fc minus fm. So നമ്മൾ എപ്പോഴും ഈ AM മോഡുലേറ്റഡ് വേവില് കാരിയർ വേവും, ഇതാണ് കാരിയർ, രണ്ട് സൈഡ് ബാൻഡ്സും കാണും. സോ നമ്മൾ എപ്പോഴും ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് ബാൻഡ്സിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ കാരിയറിന് ആക്ച്വലി നമ്മൾ information ഒന്നും കാണില്ല. So sideband is nothing but a band of frequencies containing power which are the higher and lower frequencies of the carrier frequency. So ഈ രണ്ട് സൈഡ് ബാൻഡിലും നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, പക്ഷേ കാരിയറിൽ ഇൻഫർമേഷൻ ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ കാരിയർ സെൻഡ് ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് മോഡുലേഷൻ സ്കീമിനെയാണ് നമ്മൾ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ എന്ന് പറയുന്നത്. അതായത് രണ്ട് സൈഡ് ബാൻഡും ഉണ്ട്, ഒരു ഫുൾ കാരിയറും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഒരുപാട് പവർ ഈ കാരിയറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരും, ബട്ട് അതിൽ ഇൻഫർമേഷനും ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ കാരിയറിനെ സപ്രസ് ചെയ്യാൻ പറ്റും. സപ്രസ് ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് ബാൻഡ് മാത്രമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ സ്കീമിനെയാണ് നമ്മൾ DSB-SC എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2/3 ഓഫ് ദി പവർ ആണ് നമ്മൾ കാരിയർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, പക്ഷെ അതിനകത്ത് ഇൻഫർമേഷൻ ഇല്ല. സോ നമുക്ക് കാരിയറിനെ സപ്രസ് ചെയ്തിട്ട് സൈഡ് ബാൻഡ് മാത്രം സെൻഡ് ചെയ്യും. സച്ച് എ സ്കീം ഇസ് കോൾഡ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ഓർ സിംപ്ലി DSB-SC. സോ DSB-SCയുടെ ഈക്വേഷൻ നമുക്ക് നോക്കാം. സെയിം ആണ്. മെസ്സേജ് സിഗ്നൽ എന്ന് പറയുന്നത് AM cos 2π FMT, കാരിയർ സിഗ്നൽ എന്ന് പറയുന്നത് AC cos 2π FCT. അപ്പം നമ്മുടെ സിഗ്നൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് മൾട്ടിപ്ലൈ ബോത്ത് ദീസ് സിഗ്നൽസ്, അതായത് M of t into C of t, AM AC cos 2π FMT cos 2π FCT. ഇനി ഇതിന്റെ ബാൻഡ് വിഡ്ത്തിന്റെ നോക്കാം. സോ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ F max മൈനസ് F min. സോ ഇവിടുത്തെ ഈക്വേഷൻ വന്നിട്ട് AM AC cos 2π FMT into cos 2π FCT. So നേരത്തെ സെയിം ഐഡന്റിറ്റി cos A cos B. Cos A into cos B equal to 1/2 cos A plus B plus cos A minus B. So 1/2 cos A plus B plus 1/2 cos A minus B. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ we can see we have only two frequencies, that is FC plus FM and FC minus FM. This is the upper sideband frequency, this is the lower sideband frequency. അപ്പോൾ bandwidth എന്താണ്? F max minus F min, അതായത് FC plus FM minus FC minus F. So DSB-SCയുടെ കേസിലും നമുക്ക് ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM തന്നെയാണ്. അടുത്ത ഒരു സ്കീമുണ്ട് which is called the single sideband suppressed carrier system. സോ നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം കാരിയറിൽ കളഞ്ഞു, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇൻഫർമേഷൻ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഇൻ 2 സൈഡ് ബാൻഡ്സ്, വി ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻ എ സിംഗിൾ സൈഡ് ബാൻഡ് അലോൺ. ഇറ്റ് ക്യാൻ ബി ഐദർ ദി അപ്പർ സൈഡ് ബാൻഡ് ഓർ ദി ലോവർ സൈഡ് ബാൻഡ്. സോ ഇൻ ദിസ് കേസ് വി ഹാവ് സപ്രസ്ഡ് ബോത്ത് lower sideband and carrier, and we are sending the information only through the upper sideband. So such a type of scheme is called the single sideband suppressed carrier system, അല്ലെങ്കിൽ SSB-SC. So ഇതിന്റെ ഈക്വേഷൻ എന്താണ്? സെയിം മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ AM cos 2π FMT, കാരിയർ സിഗ്നൽ എന്ന് പറഞ്ഞാൽ AC cos 2π FCT. സോ ഇക്വേഷൻ നമുക്ക് നേരത്തെ സെയിം ഇക്വേഷൻ തന്നെയാണ്. If we are going for the upper sideband alone, then we have AM AC by 2 cos 2π FC plus FMT. If we are going for the lower sideband alone, we can say it is 2π FC minus FMT. Okay. ഇനി SSB-SCക്കകത്ത് we have only one sideband. അപ്പം obviously അതിന്റെ ബാൻഡ്വിഡ്ത്ത് വന്നിട്ട് 2FM by 2 ആയിരിക്കും. 2FM എന്ന് പറയുന്നത്
DSB-SCയുടെ ബാൻഡ് വിഡ്ത്ത് ആണ്. അത് ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ SSB-SCയുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ SSB-SCയുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FM തന്നെയാണ്. സോ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദി SSB-SC മോഡുലേറ്റഡ് വേവ് ഇസ് നത്തിങ് ബട്ട് ദി ഫ്രീക്വൻസി ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ DSB-SC, DSB-SC, SSB-SC ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് 2FM, 2FM, FM. ഇനി ഫസ്റ്റ് കേസിൽ പവർ കൺസപ്ഷൻ മോർ ആണ്. SSB-SCക്കകത്ത് ലീസ്റ്റ് പവർ കൺസപ്ഷൻ, ബിക്കോസ് നമ്മൾ ഒരു സൈഡ് ബാൻഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ SSB-SCയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് SSB-SC ജനറേറ്റ് ചെയ്യാനും ഡിമോഡുലേറ്റ് ചെയ്യാനും വേണ്ട എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ് കമ്പയർഡ് ടു DSB-FC അല്ലെങ്കിൽ DSB-SC. സോ അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം കോംപ്ലക്സിറ്റി കമ്പാരിസൺ വന്നിട്ട് കോംപ്ലക്സിറ്റി ഏറ്റവും കുറവായിട്ട് വരുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിനും അടുത്തത് DSB-SCക്കും ഏറ്റവും കൂടുതൽ കോംപ്ലക്സിറ്റി വരുന്നത് SSB-SCക്കുമാണ്. സോ അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വിത്ത് സ്യൂട്ടബിൾ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ ജനറേഷൻ ഓഫ് വൈഡ് ബാൻഡ് FM യൂസിങ് നാരോ ബാൻഡ് FM. സോ FM സിഗ്നൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ കരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റ് ചെയ്തത് വിത്ത് in accordance to the instantaneous amplitude of the message signal. Frequency modulation നമ്മൾ frequency of the carrier is varied in accordance to the instantaneous amplitude of the message signal. So നമുക്ക് FM നമ്മുടെ 2 types of FM signals ഉണ്ട്. ഒന്ന് വൈഡ് ബാൻഡ് FM, ഒന്ന് നാരോ ബാൻഡ് FM. സോ ബേസിക്കലി നമുക്കൊരു വൈഡ് ബാൻഡ് FM ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡും ഒന്നെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്ട്ലി ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ വെച്ചിട്ട് നമുക്ക് വൈഡ് ബാൻഡ് FM ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ ഒന്നുമില്ല, നമുക്കൊരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഉണ്ട്, നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഹിയർ ഇവിടെ ഇത്രയും ബ്ലോക്കിന് പകരം നമുക്ക് ഇവിടെ ഒരു VCO വെച്ചാൽ മാത്രം മതി. സോ മോഡുലേറ്റിംഗ് സിഗ്നൽ ഇസ് ഗിവൺ ടു ദ VCO. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈഡ് ബാൻഡ് FM വേവ് ആയിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് നമ്മൾ വി ജനറേറ്റ് ദ വൈഡ് ബാൻഡ് FM സിഗ്നൽ യൂസിങ് ദി നാരോ ബാൻഡ് FM സിഗ്നൽ. സോ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു നാരോ ബാൻഡ് FM മോഡുലേറ്റർ ഉണ്ട്. സോ ഈ മോഡുലേറ്ററിനകത്ത് നമ്മൾ കാരിയർ കൊടുക്കുന്നു AC cos 2π FCT. Then we have the narrow band frequency modulated wave. അപ്പോൾ നാരോ ബാൻഡ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ജനറേറ്റ് ചെയ്തതിനു ശേഷം we give it to a frequency multiplier. And frequency multiplier എന്ന് പറയുന്നത് it is a non-linear device and produces an output signal with frequency which is n times the input signal frequency. n ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നാരോ ബാൻഡ് FM സിഗ്നലിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് <1. സോ വൈഡ് ബാൻഡ് FM വേവിന്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് >1. അപ്പൊ നമുക്ക് ആ ഒരു മോഡുലേഷൻ ഇൻഡെക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ യൂസ് ചെയ്യുന്നത്. So by using the frequency multiplier we can generate the modulation index required for the wideband frequency modulated wave. So the generated narrowband FM signal can be converted to wideband FM signal by simply passing through a frequency multiplier, and the power of the frequency multiplier is P. So both the carrier frequency and frequency deviation of the narrowband signal are increased by a factor P. So അങ്ങനെയാണ് നമ്മൾ wideband frequency modulated wave generate ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാർട്ട് ബിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്.
പാർട്ട് ബിയില് 14 മാർക്സ് ആണ് ക്വസ്റ്റ്യന്. സോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് ദ മോഡുലേഷൻ ഇൻഡെക്സ് ഓഫ് AM വേവ് in terms of Vmax and Vmin. A sinusoidal carrier signal of peak amplitude 5 volt and frequency 100 kilohertz is amplitude modulated by a 5 kilohertz signal of peak amplitude 3 volt. Plot the modulated wave with Vmax and Vmin indicated. Also calculate the modulation index. So നമുക്കറിയാം മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് AM/AC ആണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Vmax നമ്മുടെ ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AC പ്ലസ് AM മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AC മൈനസ് AM ആണ്. സോ ഇവിടെ Vmax എന്ന് പറയുന്നത് AC പ്ലസ് AM, Vmin എന്ന് പറയുന്നത് AC മൈനസ് AM. അപ്പൊ Vmax മൈനസ് Vmin എന്ന് പറയുന്നത് AC പ്ലസ് AM മൈനസ് AC പ്ലസ് AM, അത് 2AM. Vmax പ്ലസ് Vmin എന്ന് പറയുന്നത് 2AC. So M is equal to Vmax minus Vmin by Vmax plus Vmin. So ഇതാണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വേറൊരു ഫോർമുല വിത്ത് റെസ്പെക്ട് ടു Vmax ആൻഡ് Vmin. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാരിയറിന്റെ ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, പ്ലസ് മെസ്സേജ് സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡും തന്നിട്ടുണ്ട്, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു പ്ലോട്ട് ദി മോഡുലേറ്റഡ് വേവ്. ഇതാണ് മോഡുലേറ്റഡ് വേവ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ മാറ്റ്ലാബിലാണ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ മാക്സിമം ഇതാണ് Vmax. ഇതിനകത്ത് Vmaxും Vminനും ഇൻഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഇസ് Vmax ആൻഡ് ദിസ് ഇസ് Vmin. ഇനി നമ്മൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ സൈഡ് ബാൻഡിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് AC into M/2 ആണ്, which is 5 into 0.6/2, which is 1.5 volt. M എന്ന് പറയുന്നത് AM/AC. AM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മെസ്സേജ് സിഗ്നൽ 3 volt. This is amplitude of the carrier signal, which is 5 volt. So 3/5 is 0.6. So modulation index 0.6 ആണ്. And ഇവിടെ നമുക്ക് Vmax and Vmin നമുക്ക് മാർക്ക് ചെയ്യാം. So this is how you can draw the modulated wave. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് an AM signal S of t equal to 10 into 1 plus 0.8 cos 2 pi 10 raised to 3t cos 2 pi 10 raised to 6t is radiated to free space by an antenna having a resistance 1 ohm. Draw the spectrum of S of t. Also calculate the power and bandwidth. Okay, നമുക്ക് S of t തന്നിട്ടുണ്ട് 10 into 1 plus 0.8 cos 2 pi 10 raised to 3t cos 2 pi 10 raised to 6t. So ഇത് നമുക്ക് നമ്മുടെ ജനറൽ ഫോർമുല ആയിട്ടുള്ള S of t equal to AC into 1 plus m cos 2 pi FMT into cos 2 pi FCT. AC cos 2 pi FCT എന്ന് പറഞ്ഞാൽ C of t ആണ്. അതിനെ ഞാൻ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, ജസ്റ്റ് ടു ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് അറിയാം AC എന്ന് പറഞ്ഞാൽ 10 വോൾട്ട്, M എന്ന് പറയുന്നത് 0.8, ഇത് FM എന്ന് പറയുന്നത് 1 കിലോ ഹെർട്സ് ആൻഡ് FC എന്ന് പറയുന്നത് 1 മെഗാ ഹെർട്സ്. സോ ഇവിടെ നമുക്ക് വേണ്ട എന്താന്ന് പറഞ്ഞാൽ പവർ ആൻഡ് ബാൻഡ്വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ സ്പെക്ട്രം യു ക്യാൻ ഡ്രോ യൂസിങ് ദീസ് വാല്യൂസ്. ഇവിടെ ഞാൻ പവറും ബാൻഡ്വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ സ്പെക്ട്രം ഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ബാൻഡ്വിഡ്ത്ത്, നമ്മുടെ AM സിഗ്നലിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആണ്. സോ 2 into 1000 which is 2000 hertz or 2 kilohertz ആണ് ബാൻഡ്വിഡ്ത്ത് വരുന്നത്. അടുത്ത പവർ ട്രാൻസ്മിറ്റഡ്. പവർ ട്രാൻസ്മിറ്റഡ് എന്ന് പറയുന്നത് പവർ ഇൻ ദി കാരിയർ ഇൻറ്റു 1 plus m²/2 ആണ് ഫോർമുല ഫോർ പവർ. സോ പവർ ഇൻ ദി കാരിയർ എന്ന് പറയുന്നത് AC²/2R. സോ AC²/2R അതായത് V²RMS/R. സോ ഇവിടെ ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 ohm ആണ്. So substituting all these values, you will get 66 watt. So power എന്ന് പറയുന്നത് 66 വാട്ടും ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 2 കിലോ ഹെർട്സ്. സോ നിങ്ങൾക്ക് ഈ സ്പെക്ട്രം നേരത്തെ വരച്ച പോലെ യു ക്യാൻ ഡ്രോ ഇറ്റ്. സോ ഇത്രയാണ് ഞാൻ ഈ
ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂളിലോട്ട് പോകുന്നതിന് മുന്നേ ഐ വിൽ ബി കവറിങ് സം മോർ ക്വസ്റ്റ്യൻസ് ഫ്രം other years. ഇതിപ്പം 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ്. More questions on this module will be covered in the coming classes. Thank you.